നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്തംഭനാവസ്ഥയിലുള്ള സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനായി ജർമ്മനി ഉടൻ തന്നെ നികുതി ഇളവുകൾ നടപ്പിലാക്കാൻ പദ്ധതിയിടുകയാണ്. സാമ്പത്തിക വളർച്ചയ്ക്ക് തുടക്കമിടാൻ സഹായിക്കുന്നതിനായി മെർസ് സർക്കാർ നികുതി ഇളവുകൾ നടപ്പിലാക്കാൻ പദ്ധതിയിടുന്നുവെന്ന് തിങ്കളാഴ്ചയാണ് സർക്കാർ വക്താവ് അറിയിച്ചത്. ഗവേഷണം, നിക്ഷേപം, ഇലക്ട്രിക് കമ്പനി കാറുകൾ എന്നിവയ്ക്കുള്ള പുതിയ നികുതി ക്രെഡിറ്റുകളും 2028 മുതൽ 5 വർഷത്തേക്ക് പ്രതിവർഷം 1% കോർപ്പറേഷൻ നികുതിയിൽ ഇളവുകളും സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് ധനകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക, തൊഴിലവസരങ്ങൾ സുരക്ഷിതമാക്കുക, കമ്പനികളെ പിന്തുണയ്ക്കുക, നിക്ഷേപം സമാഹരിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. ഉയർന്ന ഊർജ്ജ തൊഴിൽ ചെലവുകൾ, വർദ്ധിച്ചുവരുന്ന കടുത്ത ചൈനീസ് മത്സരം, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ വ്യാപാര തടസ്സങ്ങൾ എന്നിവയാൽ ബാധിക്കപ്പെട്ട ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ നിരന്തരമായ മാന്ദ്യത്തിൽ നിന്ന് കരകയറാൻ പാടുപെടുകയാണ്. 2023-ലും 2024-ലും സമ്പദ് വ്യവസ്ഥ ചെറുതായി ചുരുങ്ങിയതിനു ശേഷം ഈ വർഷത്തെ GDP വളർച്ച 0 സർക്കാർ ഔദ്യോഗികമായി പ്രവചിച്ചിട്ടുണ്ട്. ബുധനാഴ്ച മന്ത്രിസഭ ഒരു കരട് ബിൽ പരിഗണിക്കുമെന്നാണ് സൂചന. വേനൽക്കാല അവധിക്ക് മുമ്പ് പാർലമെന്റിൽ പാസാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തീവ്രമായ ചർച്ചകൾ ഇപ്പോൾ നടന്നുവരുന്നത്. കൊറോണ വൈറസിനെതിരെ വാക്സിൻ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ കമ്പനികളിലൊന്നായ ജർമ്മനിയിലെ ബയോടെക് കമ്പനി സ്തനാർബുദത്തിനെതിരെ മരുന്ന് വികസിപ്പിച്ചെടുത്തു. ക്യാൻസറിനെതിരെ ഏറ്റവും ഒടുവിലത്തെ പ്രതീക്ഷ നൽകുന്ന മരുന്നിന്റെ കൂടുതൽ വികസനവുമായി ഫാർമസ്യൂട്ടിക്കൽ കമ്പനി മുന്നോട്ട് പോകും. കൂടാതെ US ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബ്രിസ്റ്റൽ മെയേഴ്സ് സ്കിപ്പ് എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു പുതിയ മരുന്ന് പുറത്തിറക്കാനും പദ്ധതിയിടുന്നു. ഇതിനായി US കമ്പനി പദ്ധതിയിലേക്ക് 10 ബില്യൺ യൂറോ നിക്ഷേപിക്കും. ബയോടെക്കിന്റെ ആന്റിബോഡി സംയുക്തമായി വിലയിരുത്തുകയും കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്യുമെന്ന് തിങ്കളാഴ്ചയാണ് 2 കമ്പനികളും കൂടി സംയുക്തമായി പ്രഖ്യാപിച്ചത്. വിവിധ ട്യൂമർ തരങ്ങൾക്ക് ഒരു പുതിയ പരിചരണ മാനദണ്ഡം സജ്ജമാക്കാൻ ഈ മരുന്നിന് കഴിവുണ്ട്. ശ്വാസകോശത്തിനും സ്തനാർബുദത്തിനും എതിരെ ഇത് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. 1000-ലധികം രോഗികൾക്ക് ഇതിനകം ചികിത്സ നൽകിയിട്ടുള്ള നിരവധി നടന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങളിൽ ബയോടെക് 327 ഇതിനകം നല്ല റിസൾട്ട് നൽകിയതായും റിപ്പോർട്ടുണ്ട്. ജർമ്മനിയിൽ മാത്രം പ്രതിവർഷം ഏകദേശം 2,40,000 ആളുകൾ ക്യാൻസർ ബാധിച്ച് മരിക്കുന്നുണ്ട്. എന്നാൽ മൈൻസ് ആസ്ഥാനമായുള്ള ബയോടെക് കമ്പനി പുതിയ കണ്ടുപിടുത്തം വലിയ പ്രതീക്ഷകൾ ഉയർത്തുന്നതാണ്. ഇതോടെ ഓഹരി വിപണിയിൽ ബയോടെക് ഓഹരികൾക്ക് 18% വില വർദ്ധിക്കുകയും ചെയ്തു. ജർമ്മൻ ആഭ്യന്തരമന്ത്രി അലക്സാണ്ടർ ഡോബറിന്റെ ഉത്തരവ് അഭയ നിരാകരണങ്ങൾ നിയമവിരുദ്ധമാണെന്ന് ജുഡീഷ്യൽ കോടതി പ്രഖ്യാപിച്ചു. എന്നാൽ സർക്കാർ നിലപാടുകളും ഉത്തരവുമായി മുന്നോട്ട് പോകുമെന്ന് ആഭ്യന്തരമന്ത്രി അറിയിച്ചു. ബെർലിൻ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയുടെ തീരുമാനം സർക്കാർ അവഗണിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കോടതിയുടെ അടിയന്തര തീരുമാനത്തിന് മന്ത്രി മറുപടി നൽകുകയായിരുന്നു. സർക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായും അപേക്ഷകൾ നിരസിക്കുന്നത് തുടരുമെന്നും അറിയിച്ചു. ഫെഡറൽ സർക്കാർ അതിന്റെ നിയമപരമായ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിർത്തി നിരസിക്കൽ നിയമവിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞത് ഒപ്പം ജർമ്മൻ പ്രദേശത്തെ അതിർത്തി നിയന്ത്രണങ്ങളിൽ അഭയം തേടുന്ന ആരെയും വെറുതെ തള്ളിക്കളയാൻ കഴിയില്ലെന്നുമാണ് കോടതി പറഞ്ഞത്. ജർമ്മനിയുടെ മുൻ വിദേശകാര്യമന്ത്രി അനലീന ബെയർബോക്ക് UN ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. UN ജനറൽ അസംബ്ലിയിൽ എതിരാളികൾ ഇല്ലാതെയാണ് ബെയർബോക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പിലെ രഹസ്യ ബാലറ്റിൽ 167 വോട്ടുകൾ ലഭിച്ചു. മാന്യമായ കരഘോഷത്തിലൂടെയുള്ള പതിവ് പ്രശംസയ്ക്ക് പകരം രഹസ്യ ബാലറ്റിലൂടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നിർദ്ദേശത്തിന് പിന്നിൽ റഷ്യയായിരുന്നു ഉണ്ടായിരുന്നത്. ഔദ്യോഗികമായി ബെയർബോക്ക് മാത്രമാണ് സ്ഥാനാർത്ഥിയെങ്കിലും 7 UN രാജ്യങ്ങൾ ജർമ്മൻ നയതന്ത്രജ്ഞൻ ഹെൽഗ ഷ്മിറ്റിന്റെ പേര് ബാലറ്റിൽ ഉൾപ്പെടുത്തി. സാധുവായ 188 വോട്ടുകളിൽ 167 ബെയർബോക്കിന് ലഭിച്ചു. അതേസമയം മറ്റ് 14 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പ്രസിഡന്റ് എന്ന നിലയിൽ ശരത്കാലം മുതൽ ആരംഭിക്കുന്ന ജനറൽ അസംബ്ലിയുടെ സെഷനുകളിൽ ബെയർബോക്ക് അധ്യക്ഷത വഹിക്കും. നടപടിക്രമങ്ങളും അജണ്ട ഇനങ്ങളും നിശ്ചയിക്കും. പ്രധാനമായും പ്രോട്ടോകോൾ പ്രാധാന്യമുള്ള സ്ഥാനമാണിത്. സെപ്റ്റംബർ 9 ലോകമെമ്പാടുമുള്ള രാഷ്ട്ര അതിഥികളുമായുള്ള UN ജനറൽ അസംബ്ലിയുടെ പൊതുചർച്ചയ്ക്ക് തൊട്ടുമുമ്പ് ബെയർബോക്കിന്റെ ഔദ്യോഗിക സ്ഥാനാരോഹണം നടക്കും. ബവേറിയയിൽ അപൂർവമായ ബോർണ വൈറസ് ബാധിച്ച് ഒരാൾ മരിച്ചു. ഈ രോഗം പിടിപെട്ട് രണ്ടാമത്തെയാൾ ജീവന് വേണ്ടി പോരാടുന്നതായിട്ടാണ് റിപ്പോർട്ട്. ബവേറിയയിൽ അപൂർവവും എന്നാൽ അപകടകരമായ ബോർണ വൈറസിന്റെ അണുബാധയുടെ ഫലമായി ഒരാൾ മരിക്കുകയായിരുന്നു. വൈറസ് ബാധിച്ച് മറ്റൊരാൾ നിലവിൽ ചികിത്സയിലാണെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ബോർണ ഡിസീസ് വൈറസ് ഫീൽഡ് ഷ്രൂകളിൽ കാണപ്പെടുന്നു. മൃഗങ്ങൾ മൂത്രം, മലം, ഉമിനീർ എന്നിവയിലൂടെ വൈറസിനെ പുറന്തള്ളുന്നു. ഫീൽഡ് ഷ്രൂവിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് എങ്ങനെ കൃത്യമായി പകരുന്നു എന്നത് ഇതുവരെ
ഇതുവരെ വ്യക്തമായിട്ടില്ല. മലിനമായ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ മലിനമായ മണ്ണിലൂടെയുള്ള സമ്പർക്കം അണുബാധ പകർത്തുമെന്നാണ് പറയുന്നത്. രോഗകാരി മൃഗങ്ങളെ ബാധിക്കുമെന്ന് വളരെ കാലമായി അറിയപ്പെടുന്നുണ്ട്. കൂടാതെ ബവേറിയയിൽ നിരവധി മുള്ളൻ പന്നികൾ അടുത്തിടെ വൈറസ് ബാധിച്ച് ചത്തിട്ടുണ്ട്. 2018 മുതൽ മാത്രമാണ് ഇത് മനുഷ്യരിലേക്കും പകരുന്നതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് പ്രധാനമായും മാരകമായ എൻഫെലൈറ്റിസ് ഉണ്ടാക്കുന്നു. 2020 മുതൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം റോബർട്ട് കോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വർഷങ്ങളിൽ 6 വരെ ബോർണ എൻസെഫലൈറ്റിസ് അക്യൂട്ട് കേസുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ബവേറിയയിലായിരുന്നുവെന്നും പറയുന്നു. പിറവം മണിയുടെ സ്വദേശി മെയിൽ നേഴ്സ് UK-യിൽ പോലീസ് കസ്റ്റഡിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി പിറവത്തുള്ള ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു. മണിയുടെ കുന്നത്ത് കളപ്പുരയിൽ എൽദോസ് എന്ന 34-കാരനാണ് മരിച്ചത്. റിമാൻഡിൽ കഴിയുന്നതിനിടയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മരണം സംഭവിച്ചതെങ്കിലും പോലീസ് ഔദ്യോഗികമായി വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇംഗ്ലണ്ടിലെ ബേസിംഗ്സ്റ്റോക്കിലാണ് സംഭവം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് എൽദോസിന്റെ കുടുംബം ആരോപിക്കുന്നു. മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അറിയാനാവൂ. ഗാർഹിക പീഡനം ആരോപിച്ച് നഴ്സായ ഭാര്യ പരാതിയിലാണ് എൽദോസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്ന് പറയപ്പെടും. കുടുംബ വഴക്കിനെ തുടർന്ന് 2024 നവംബറിലാണ് സൗത്താംപ്ടൺ സമീപം ബേസിംഗ്സ്റ്റോക്കിൽ താമസിക്കുന്ന എൽദോസ് റിമാൻഡിലായത്. ജോലി സ്ഥലത്ത് എൽദോസിന്റെ ഭാര്യയുടെ അസ്വാഭാവിക പെരുമാറ്റം മനസ്സിലാക്കിയ നഴ്സ് മാനേജർ പോലീസിന് നൽകിയ വിവരത്തെ തുടർന്നാണ് എൽദോസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ 3.5 വയസ്സുള്ള കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തിയെന്നത് ഉൾപ്പെടെയുള്ള കുറ്റം ചുമത്തിയാണ് ക്രിമിനൽ കേസ് എടുത്തിരിക്കുന്നത്. നാട്ടിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷമാണ് എൽദോസ് UK-യിൽ എത്തിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനൽ പ്രവാസി ഓൺലൈൻ TV ശ്രദ്ധിക്കാൻ നന്ദി. നമസ്കാരം.